ഫ്രണ്ട്സ്, ജെയ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിരുന്നു, LED ഇൻഡിക്കേറ്റർ ഹോർനെറ്റ് 160R നമ്മൾ LED ഇൻഡിക്കേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിരുന്നു. കാരണം നമ്മുടെ ഹോർനെറ്റ് 2.0 ഇറങ്ങിയോണ്ട് നമ്മുടെ വണ്ടി കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടാണ് നമ്മൾ LED ഇൻഡിക്കേറ്റർ കയറ്റി. ഒരുപാട് പേര് അതിന് മുമ്പേ നമ്മൾ LED ഇൻഡിക്കേറ്റർ കയറ്റിയിട്ടുണ്ടെങ്കിലും എനിക്കിപ്പോഴാണെങ്കിൽ ഒരു ചിന്ത വന്നത്. കാരണം നമ്മൾ ഒരു സ്റ്റോക്ക് വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് 2.0 ഇറങ്ങിയത്. അപ്പോഴാണ് നമ്മൾ LED ഇൻഡിക്കേറ്ററിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. അപ്പം ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. ഇപ്പം കറൻ്റ്ലി നമുക്കിപ്പോൾ 2 സൈഡും ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊരു നീല DRL വരുന്നത് നമ്മളിതുവരെ കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് എന്ന് പറഞ്ഞാൽ 1-2 പേര് ചോദിച്ചിരുന്നത്, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ട് സംഭവം, ഹാങ്ങിങ് ഉണ്ടോ, ലൂസ് ആവുന്നുണ്ടോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മൾ ഹാങ്ങിങ് പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പൊടിക്കൈകളൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സംഭവം ഇതാടുന്നത് നോക്കണ്ട. പക്ഷേ സംഭവം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. യാതൊരു ഇതിലുള്ള കുഴപ്പമില്ല. ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തു ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടി, പവർ സപ്ലൈ എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ പവർ സപ്ലൈ എടുത്തു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നമുക്കിനി DRL കണക്ട് ചെയ്യാൻ സമയമായി. അപ്പോൾ നമുക്കിവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഒരു സ്വിച്ച് കൂടി ആഡ് ചെയ്യുന്ന ഒരു ഭംഗിക്കുറവ് കൊണ്ടാണ് നമ്മളത് ആഡ് ചെയ്യുന്നില്ല. ഒരു സ്വിച്ചിൽ തന്നെ, ഒന്നുകിൽ നമുക്ക് ഈ സ്വിച്ചിൽ തന്നെ നമുക്ക് ചാർജറും DRL ഒരുമിച്ച് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഓൾവേസ് ഓൺ ചാർജർ എന്നുള്ള രീതിയിൽ കീ ഓൺ ചെയ്യുമ്പോൾ തന്നെ ചാർജർ ഓൾവേസ് ഓൺ എന്നുള്ള രീതിയിൽ പോകാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, ചാർജറിന് സ്വിച്ച് വെക്കുന്നില്ല. ഇപ്പം ഈ ടൈപ്പ്, ഈ ബ്ലാക്ക് എന്ന് പറയുന്ന മോഡലിലെ ചാർജറിന് നമുക്ക് സ്വിച്ച് വരുന്നില്ല. അപ്പോൾ അത് നമുക്ക് സ്വിച്ച്, അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി സ്വിച്ച് വാങ്ങിച്ചു വെച്ചത്. പക്ഷേ അപ്പോഴാണ് നമ്മൾ DRL സെറ്റ് ചെയ്തത്, മീൻസ് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തത്. അപ്പോൾ DRL ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ആ സ്വിച്ച്, അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് വെച്ചുള്ള DRL ആണ് നമ്മൾ ചെയ്യുന്നത്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നമുക്ക് DRL യൂസ് ചെയ്യാം. സോ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി കണക്ഷൻ എടുത്തിട്ടിരിക്കുകയാണ്. DRL കണക്ഷൻ നമുക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ നോക്കേണ്ടത് ബാക്കിലത്തെ DRLും ഒരേപോലെ കണക്ട് ചെയ്യണം. സോ നമുക്ക് വയർ വലിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓൾറെഡി വയർ എടുത്തിട്ടിട്ടുണ്ട്. നമ്മളന്ന് ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പിറ്റേന്ന് തന്നെ അതിൻ്റെ വയർ ഓൾറെഡി എടുത്തിട്ടായിരുന്നു. സിമ്പിളാണ്. അതിൻ്റെ ഒരു വയർ നമ്മളൊരു 1mm വയറിനകത്ത് എടുത്ത് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഈ കിറ്റ് വഴി വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകണം. പിന്നെ നമ്മളിവിടെ ഒരു കണക്ടർ നമ്മളിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആവാത്ത രീതിയിൽ വേണം കണക്ടർ ഇടേണ്ടത്. കാരണം നമ്മൾ എപ്പോഴെങ്കിലും മഡ് ഗാർഡ് ഊരാനോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഊരാൻ നേരത്ത് വയർ ഊരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു കണക്ടർ വെക്കാനുള്ളത് ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു കണക്ടർ കൂടി ഇട്ടിട്ട് നമ്മൾ ഈ കിറ്റ് വഴി നമ്മൾ ഈ വയർ ഫ്രണ്ടിൽ കൊണ്ടുവരണം. പക്ഷെ അവിടെയും നമുക്ക് പ്രശ്നമുണ്ട്. എൻജിൻ ഭാഗം നല്ല രീതിയിൽ ചൂടാവുന്ന ഭാഗം. അപ്പോൾ വയർ ഉരുകാത്ത രീതിയിൽ, ഷോർട്ട് സർക്യൂട്ട് ആവാത്ത രീതിയിൽ വേണം നമ്മൾ വയർ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ. ഇപ്പുറത്തേക്ക് എത്തിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഒരു വഴി ഇങ്ങ് എത്തിച്ചാൽ മതി. എത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. സ്വിച്ചിൻ്റെ കണക്ഷനിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി. ബാക്കി കണക്ഷൻസ് എല്ലാം സിമ്പിളാണ്. പവർ സപ്ലൈ എടുക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ കണക്ഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 4 DRLും ഒരേപോലെ കത്തും, ബ്ലൂ ആയിരിക്കും. അതിൻ്റെ ഒരു ഭംഗി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. എന്തായാലും നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1mm വയറാണ്. നമ്മൾ വീടിൻ്റെയൊക്കെ വയറിങ്ങിന് എടുക്കുന്ന വയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് വയറിൻ്റെ ആ വയറിങ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ സൂക്ഷ്മം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഈ സൈഡത്തെ ഈ പാനൽ നമുക്ക് ഊരാം. ഇത് അലൻ കീ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഊരാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ സൈഡ് പാനൽ നമ്മൾ ഊരിയിട്ടുണ്ട്. നമുക്കിനി വയറിങ് എടുക്കാൻ വളരെ എളുപ്പമാണ്. അതിന് മേളിൽ കൂടെ നല്ല സൂക്ഷിച്ചും കൊണ്ടേ മതി. സംഭവം ഊരിയെടുക്കാൻ എളുപ്പമാണ്. ഇവിടെ ഇതാണ് അതിൻ്റെ ലോക്കെന്ന് പറയുന്നത്. പിന്നെ ഒരു അലങ്കി അഴിക്കുന്നൊരു ബോൾട്ടുണ്ട്. സോ ഇനി നമുക്കെന്താ വയറിങ് എടുക്കാം. മറ്റ് സാധനങ്ങളിലൊന്നും തൊടാത്ത മാക്സിമം കെയർഫുള്ളായിട്ട് നമ്മൾ വയറിങ് എടുക്കും. അപ്പോൾ എന്തായാലും നമ്മൾ വയറെടുത്തു. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇതിൻ്റെ അടിയിൽ കൂടി കയറ്റാൻ മറന്നുപോയി. കുഴപ്പമില്ല. നമുക്കിവിടെ എന്തെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അടിയിൽ കൂടി കയറ്റാം. കുഴപ്പമില്ല. എന്തായാലും നമ്മൾ എടുത്ത വഴി ഞാൻ കാണിച്ചു തരാം. അകത്തൂടെ മാക്സിമം മുകളിൽ കൂടെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം നല്ല രീതിയിൽ ഹീറ്റാവുന്ന കമ്പോണൻസ് ഉള്ള ഭാഗം ഇതൊക്കെ നല്ല രീതിയിൽ ഹീറ്റാവും. സോ നല്ല രീതിയിൽ മുകളിൽ കൂടെ നമ്മളെടുത്ത് ഇറങ്ങും കൊള്ളാത്ത രീതിയിൽ വഴിയെടുത്തു. നമുക്ക് വയർ ഇവിടെ കിട്ടി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുത്താൽ മതി. ഈസിയായിട്ട് നമുക്ക് എടുക്കാം. സോ എന്നാലും നമുക്ക് ഇവിടുത്തെ പണി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് എഴുതങ്ങ് ക്ലോസ് ചെയ്യാം. ഇവിടെ നമുക്കൊരു കണക്ടർ ഇട്ടിട്ട് ക്ലോസ് ചെയ്യാം. കണക്ടർ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും.
ഇതൊരു ജോഡി 3 രൂപയോളം വരത്തുള്ളൂ. സോ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വയർ ഷ്രിങ്കിങ് ട്യൂബ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ വയർ ഷ്രിങ്കിങ് ട്യൂബ് ഉപയോഗിച്ച് ഇൻസുലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് ഉപയോഗിച്ച് ഇൻസുലേറ്റ് ചെയ്ത് ഏകദേശം ഇവിടോട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ കണക്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കൺജസ്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാനുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി എടുക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് കൺഫേം ചെയ്യണം. കാരണം നമ്മൾ കണക്ടർ ഇടുന്നത് തന്നെ നമുക്ക് ഇത് ബാക്കിൽ അഴിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെയാണ്. സോ നമുക്ക് ഇവിടെയായിട്ട് കണക്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, എന്തായാലും നമ്മളതിൻ്റെ മെയിലും ഫീമെയിലും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ആ വയർ സ്ട്രിങ്ങിങ് നമ്മൾ ട്യൂബ്സ് നമ്മളിതിനകത്ത് വെച്ചിരുന്നു. നമ്മളെന്ത് ചെയ്യും, ഇനി ഇത് നല്ല രീതിയിൽ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് നമ്മളതിനെ ഹീറ്റ് ചെയ്യും. ഇത്രയും മാക്സിമം നമുക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. കാരണം ഇതിന് നമുക്ക് സൈഡിൽ 2 സാധനങ്ങളുള്ളതുകൊണ്ട് തള്ളി നിൽക്കുന്നതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സോ എന്തായാലും നമുക്ക് അതുകൂടി ഒന്ന് ഹീറ്റ് ചെയ്യാം. ഓക്കെ, സംഭവം എന്തായാലും കണക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്തായാലും നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇൻസുലേറ്റ് ചെയ്യും. കാരണം നമ്മളിവിടെ എൻ്റെ നഖം കൊണ്ട് കുറച്ച് കീറിപ്പോയി. സോ അത് ഞാൻ ഒരുപാട് ഹീറ്റ് ചെയ്തു, അറ്റത്ത് ഹീറ്റ് ചെയ്തു. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഹീറ്റ് ഞാനതൊന്ന് വിട്ടുപോയി. ആ സമയത്ത് അവിടോട്ട് കയറി ഹീറ്റ് ചെയ്തു. എന്തായാലും നമ്മളിത് ഇൻസുലേറ്റ് ചെയ്തു, നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തിട്ട് ഇത്രയും നമ്മളോട് വെക്കത്തുള്ളൂ. ഓക്കെ, നമ്മളെന്തായാലും അത് അഴിച്ചിട്ട് ഒന്നുകൂടി വയറിന് ഉള്ളിലേക്ക് എടുത്ത് ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചു ഇവിടെ. ഇപ്പം എന്തായാലും നമ്മൾ വയർ നല്ല രീതിയിലാണ് വെച്ചിരിക്കുന്നത്, കുഴപ്പങ്ങളൊന്നുമില്ല. അടിയിൽ കൂടെ ഒന്നും കൂടെ അകത്തുകൂടെ എടുത്തു വേറെ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് അഴിക്കാം. സോ എന്തായാലും നമ്മൾ തിരിച്ച് ഈ കിറ്റിൻ്റെ ഭാഗമെല്ലാം നമ്മൾ തിരിച്ച് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തു. ഇനി നമ്മളതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. നമുക്കിനി ആ ഒരു കണക്ഷൻ കൊടുക്കണം. നമ്മൾ കണക്ഷൻ എടുത്തിട്ടില്ല, ഇതുവഴി നമ്മൾ എടുക്കും. സോ നമ്മളിവിടെ പവർ സപ്ലൈയുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി വൃത്തിയായിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. സോ ഗൈസ്, നമ്മളിപ്പം കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചാർജറിൽ നിന്ന് വരുന്ന വയർ, അതിൻ്റെ പോസിറ്റീവ് ഡയറക്റ്റ് നമ്മൾ സപ്ലൈ വയറിൽ കൊടുത്തു, റെഡ് വയർ. ഗ്രൗണ്ട് നമ്മൾ ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുക. നമുക്കിപ്പോൾ DRLന് ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് ഓൾറെഡി ഇൻഡിക്കേറ്ററിന് ഗ്രൗണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് നമ്മൾ അഴിച്ചില്ല, നേരത്തെ ഗ്രൗണ്ട് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അതൊന്നും ചെയ്യാനില്ല അതിനകത്ത്. അപ്പോൾ ചാർജർ അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ പോസിറ്റീവ് വയർ നമ്മുടെ സ്വിച്ചിൻ്റെ, ഈ ഗ്രീൻ വയർ നമ്മുടെ സ്വിച്ചിൻ്റെ വയറാണ്, ഈ കാണുന്ന ഈ സ്വിച്ചിൻ്റെ വയർ അതിലേക്ക് കണക്ട് ചെയ്തു. അതിൻ്റെ ഔട്ട് നമ്മൾ 2 വയറായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഫ്രണ്ടിലത്തെ DRLലും ഒരെണ്ണം ബാക്കിലത്തെ DRL. നമ്മൾ ബാക്കിൽ ഇപ്പോൾ എടുത്ത ബ്ലാക്ക് വയറാണിത്, അതിലേക്ക് കൊടുത്തു. സോ ഇത് നമ്മളിവിടെ അതിൻ്റെ മെയിൽ കണക്ടർ എടുത്തു. ഇനി നമുക്ക് അതിൻ്റെ ഫീമെയിൽ കണക്ടർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെഡ് ലൈറ്റിനകത്തോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ചോദിച്ച പോലെ തന്നെ ഇൻഡിക്കേറ്ററിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതായത് വെച്ച് 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തോളം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്കിവിടെ ഈ ഒരു പിരി ലൂസ് ആവുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത്, ത്രെഡ് ഈ ഒരു റബ്ബറിൻ്റെ പാർട്ട് ഒരു കോൺടാക്ട് ഇല്ലാതിരിക്കാമെന്ന് പറയാം. അന്ന് നമ്മൾ ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ച് നമ്മളത് ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇളകിപ്പോയി. അന്ന് നല്ല ടൈറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം അത് ഇളകിപ്പോയി. അത് നമ്മൾ വീണ്ടും ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ DRLൻ്റെ കണക്ഷൻ 2ഉം ഒരു വയറിലാക്കി നമ്മളതിൻ്റെ ഫീമെയിൽ കണക്ടർ കണക്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കി, സംഭവം വർക്കിംഗ് ആണ്, പക്കയാണ്. ഇതിന് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം വീണ്ടും നല്ലപോലെ ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്തു. നമ്മുടെ അതൊന്നും ചെയ്തില്ല, ബാക്കിയെല്ലാം കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, കണക്ഷൻസ് എല്ലാം കറക്റ്റാണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ എന്തായാലും കണക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് നോക്കാം വെക്കുന്നതിന് മുമ്പായിട്ട്. യെസ്, നീല DRL കിട്ടിയിട്ടുണ്ട്. മാരക ലുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഇതിപ്പോൾ നമ്മൾ ആക്ഷൻ ക്യാമിൽ എടുക്കുന്നുണ്ടായിരിക്കും. നമുക്ക് എന്തായാലും ഓർ സൈഡ് തിരിച്ചിട്ട് നോക്കാം. ഇങ്ങനെയായിരിക്കും ആ ലുക്ക് വരുന്നത്. ഈ ഒരു DRL കൂടി കറക്റ്റ് അതിങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ലുക്ക് വന്നേനെ. അതായത് നമുക്ക് ഫോണിലൊന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോയുടെ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ഒരു വ്യൂ നമുക്ക് കിട്ടും, ബാക്കിലത്തെ വ്യൂ. ഇപ്പോൾ നമുക്ക് കീ ഓൺ ചെയ്യുന്ന സമയത്ത് ചാർജർ ഡയറക്റ്റിൽ കൊടുത്തിരിക്കുന്നുണ്ട്, കാണാൻ പറ്റും. ഡയറക്റ്റ് ചാർജർ ഓണായി കിടക്കുകയാണ് ഇപ്പോഴും. പിന്നെ നമ്മൾ ഈ കീയിലാണ് DRL കൊടുത്തിരിക്കുന്നത്. അതിൽ DRL ഒന്ന് ഓൺ ചെയ്യാം. യെസ്, ഇതാണ് ലുക്ക്. രാവിലെയൊക്കെ അത്യാവശ്യം നല്ല ലുക്ക് നമുക്ക് തരുന്നുണ്ട്. ഫോണിൽ നമുക്ക് എത്രത്തോളം ആ ഒരു കളർ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഫോണിൽ ആ കറക്റ്റ് നീല നമുക്ക് കിട്ടുന്നില്ല, പക്ഷെ നല്ല നീലവട്ടമാണ് നമുക്ക് ആ വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. നല്ല രസമുണ്ട് അത്യാവശ്യം. സീരിയസ്ലി പറയുകയാണെങ്കിൽ, തള്ളുമല്ല, സീരിയസ്ലി പറയുകയാണെങ്കിൽ നല്ലൊരു ലുക്കുണ്ട്. നമുക്ക് ഏത് ബൈക്കിൽ വെച്ചാലും ഈ ഒരു ഇൻഡിക്കേറ്റർ നല്ല ലുക്ക് തരും.
ബോറല്ല, പക്ഷേ അത്യാവശ്യം സ്റ്റാൻഡേർഡ് പോലത്തെ ഫീൽ വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്ക് തന്നെ ഉണ്ട്. നമുക്ക് ഇൻഡിക്കേറ്റർ ഹാങ്ങിങ് ഉണ്ടോ അല്ലെങ്കിൽ വളവുണ്ടോ, ഈ ഒരു ഇൻഡിക്കേറ്ററിന് ചെറിയൊരു വളവുണ്ട്, പക്ഷേ അത് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല ലുക്ക് വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ മാറ്റി പെട്ടെന്ന് ആ DRL വെച്ചപ്പോൾ തന്നെ. നമുക്ക് എന്തായാലും 4 സൈഡോടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. യെസ്, സോ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹോർണറ്റിലും 2.0 ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി LED ഇൻഡിക്കേറ്ററാണ് വരുന്നത്. സോ നമുക്കത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പഴയ ഹോർണറ്റിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ബെസ്റ്റ് അത് മെയിൻലി നമ്മുടെ സ്പെഷ്യൽ എഡിഷൻ. കാരണം സ്പെഷ്യൽ എഡിഷൻ്റെ ഹെഡ്ലൈറ്റ് അത്യാവശ്യം വലുതാണ്. അതിൽ ഈ ചെറിയ സ്ട്രിപ്പ് ഇൻഡിക്കേറ്റർ വെച്ച് കഴിഞ്ഞാൽ അത്ര ലുക്ക് വരുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പ് വാങ്ങിയത്. കാരണം പഴയ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടി സൈസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതി തന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചത്. എന്തായാലും അത്യാവശ്യം നല്ല ലുക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ നിലവിൽ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ DRL കണക്ട് ചെയ്തു, വണ്ടിക്ക് അത്യാവശ്യം ലുക്കായി. സോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.